എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നും ഞാനൊരു ചെടി നട്ടതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏത് ചെടിയാണ് നടാൻ പോകുന്നത് എന്ന് നമുക്ക് വീഡിയോയിൽ നിന്ന് കണ്ടിട്ട് വരാം. ഈ ചെടിയാണ് ഇന്ന് നടാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അതിന് പോയപ്പോൾ അവിടെ നിന്നും കിട്ടിയ ചെടിയാണിത്. കുറച്ച് വലിയ തൈകളും കുറച്ച് ചെറിയ തൈകളും നമ്മളവിടെ നിന്ന് കളക്ട് ചെയ്തു. പോട്ടിംഗ് മിക്സ് എപ്പോഴും തന്നെ വീട്ടിലുണ്ടാവും. നമ്മളൊരു കൊട്ടയ്ക്കകത്ത് അതിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എവിടെ പോയാലും എന്തെങ്കിലും ഒരു ചെടിയായിട്ടാണ് മടങ്ങി വരികയുള്ളൂ. അപ്പോൾ അതിന് നടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പോട്ടിംഗ് മിക്സ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കും. പക്ഷേ ചെടിച്ചട്ടി മാത്രം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു ബക്കറ്റിലാണ് ഞാനിപ്പോൾ ഈ വലിയ തൈകളൊന്ന് നട്ടു വെക്കുന്നത്. ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ തൽക്കാലത്തേക്ക് നട്ടു വെക്കുന്നതാണ്. കുറച്ച് ചെറിയ തൈകളും ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഒന്നിച്ച് നടാതെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ നടുന്നത്. വലിയ തൈ ഇവിടെ വെച്ച് ഇതിനകത്ത് നട്ടിട്ടുണ്ട്. ചെറിയ തൈ ഈ പാത്രത്തിലായിട്ടാണ് വെക്കാനായിട്ട് പോകുന്നത്. ഒരു തീരെ പൊടി തൈ അല്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട്. അതിനെല്ലാം നമ്മളൊന്ന് കളക്ട് ചെയ്ത് ഒന്ന് വേര് പിടിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പുതിയ ചെടിച്ചട്ടി വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മാറ്റി നടാനുള്ളതാണ്. നമ്മൾ നല്ലൊരു ശ്രമം ചെയ്തെങ്കിലാണ് ഒരു ചെടി അല്ലെങ്കിൽ ഒരു കമ്പ് നമുക്ക് കിട്ടിയാൽ നമ്മളതിനെ വേര് പിടിപ്പിച്ച് ഒരു ചെടിയാക്കി മാറ്റിയെടുക്കുന്നത്. ചെടിയെ സ്നേഹിക്കുന്നവർക്കും ചെടിയെ പരിപാലിക്കുന്നവർക്കും ഒക്കെ അറിയാം നമ്മൾ എത്രത്തോളം ശ്രമം ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു ചെടി വളർത്തിയെടുക്കുന്നത് എന്നറിയാം. ഇപ്പോൾ നമ്മൾ 2 പാത്രത്തിലായിട്ട് ചെടികളെല്ലാം നട്ട് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും ഒരു പൊടിമഴ പെയ്തു കേട്ടോ. അപ്പം മഴ കൊള്ളാനായിട്ട് ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മഴയെല്ലാം മാറിയിട്ടുണ്ട്. ചെടിച്ചട്ടി നമ്മൾ ഇവിടെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ തറ നമ്മളിങ്ങനെ ശരിയാക്കി ഇവിടെ വെച്ചപ്പോൾ ഏതാനും കുറച്ച് ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് ചെടികളും കൂടി കളക്ട് ചെയ്തു. ഗാർഡനിൽ നമ്മൾ വലുതാക്കി കൊണ്ടുവരികയാണ്. കുറച്ച് ചെടികൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി, കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് തന്നു. നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് കുറച്ച് നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെയെല്ലാം നമ്മൾ ആക്കി കൊണ്ടുവരികയാണ്. ഈ ചെടിക്ക് ചെറിയൊരു രോഗം ബാധിച്ചായിരുന്നു. കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സെറ്റായി വരുന്നുണ്ട്. ഇതിൻ്റെ കമ്പുകൾ എടുത്ത് 3-4 കവറിലായിട്ടൊന്ന് നട്ടു കൊടുത്തു. വേര് പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്തായാലും അത് നല്ല രീതിയിൽ വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഒരു തൈ മേടിക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എനിക്ക് 200 രൂപ ലാഭമായിട്ടുണ്ട്. ഇനി പുതിയ ചെടിച്ചട്ടി വാങ്ങുമ്പോൾ ഇതിനെ നമുക്ക് അതിലേക്ക് പകർത്തി വെക്കാനുള്ളതാണ്. ഇതും നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന് നട്ടൊരു ചെടിയാണ്. അതിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ മിക്കവാറും ആളുകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരാൾ 10 മണിപ്പൂ വെക്കണമെന്ന് ചെടി വെക്കണം എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ശ്രമത്തിലാണ്. ഞാനൊരു തണ്ട് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ ചട്ടിയിലേക്ക് മാറ്റി നടണം. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയുകയാണ്. തുടർന്നും എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.